ശ്രീ രാഹുൽ ഈശ്വർ 4.5 വർഷമായി 2019 ഡിസംബറിലാണ് ഈ റിപ്പോർട്ട് കൈമാറിയത്. പല തടസ്സങ്ങൾ, പല ആവശ്യങ്ങൾ അങ്ങനെയൊക്കെ വന്ന് അവസാനം ഇന്ന് ആ റിപ്പോർട്ട് പുറത്തു വരാൻ പോവുകയാണ്. ഈ അവസാന മൊമെന്റിലും അവസാന നിമിഷവും പലതരത്തിലുള്ള ശ്രമങ്ങൾ ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോൾ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ തെറ്റാകും? ആരും ആരെയും സംരക്ഷിക്കാൻ നോക്കുകയല്ല, പകരം സിനിമാ മേഖലയെ ദോഷകരമായി ബാധിക്കരുത്. പ്രൊഡ്യൂസേഴ്സും ഇൻവെസ്റ്റേഴ്സും സിനിമ ഉണ്ടാക്കുന്നവരും അല്ലെങ്കിൽ വിദേശ ടൂർ നടത്തുന്നവരും എല്ലാം മോശക്കാരാണ് എന്ന തെറ്റിദ്ധാരണ പടരുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു കുടുംബം പോലെ പോകുന്നതാണ് മലയാളം മൂവി ഇൻഡസ്ട്രി. പക്ഷെ എല്ലാ മേഖലയിലും പ്രശ്നങ്ങൾ ഉള്ളതുപോലെ നമ്മുടെ മൂവി ഇൻഡസ്ട്രിയിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകാം, എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകാം. അത് തീർച്ചയായും ഇല്ലാതാക്കണം. അതിന് നിയമനിർമ്മാണം വേണം. ഈ റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകൾ പ്രധാനമാണ്. അതിന്റെ മേൽ നമുക്കൊരു ആക്ഷൻ പ്ലാൻ വേണം. അത്തരം കാര്യങ്ങളിൽ ട്രൈബ്യൂണൽ വേണം, കമ്മിറ്റി വേണം, അവർക്ക് അവരുടേതായ രീതിയിലുള്ള സംസാരിക്കാൻ ഹെൽപ്പ് ലൈൻ വേണം. ഈ കാര്യങ്ങളെല്ലാം വേണം. പക്ഷെ ആരെയെങ്കിലും കരിവാരത്തേക്കാനും ആരെയെങ്കിലും മോശമാക്കാനും ഈ മേഖലയിലേക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ആകരുത് റിപ്പോർട്ടെന്ന് മാത്രമേ. ഞാൻ റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ടിന്റെ സ്വകാര്യത ലംഘിക്കാത്ത ഭാഗങ്ങളും ഇക്കിളിപ്പെടുത്താത്ത ഭാഗങ്ങളും പ്രശ്നങ്ങളുള്ള ഭാഗങ്ങളുമല്ല, പ്രശ്ന പരിഹാരത്തിൽ ഫോക്കസ് ചെയ്താണ് യഥാർത്ഥത്തിൽ കൊണ്ടുവരേണ്ടത്. നമ്മുടെ മൂവി ഇൻഡസ്ട്രി കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ജീവിക്കുന്നത്. ആ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെയും ഉപജീവനത്തെയും തെറ്റായി ബാധിക്കുന്ന രീതിയിലാകരുത് റിപ്പോർട്ട് എന്ന് മാത്രമാണ് അഭ്യർത്ഥന. നല്ല രീതിയിൽ വരട്ടെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ നല്ല സജഷൻസ് വരട്ടെ. അതിലൂടെ കുറെ കൂടെ മെച്ചമായി നമ്മുടെ സിനിമാ മേഖലയ്ക്ക് പോകാൻ കഴിയട്ടെ. പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ആശ്രയമായിരിക്കും ഈ സിനിമാ മേഖല. അതിൽ പകുതിയിലധികം സ്ത്രീകളായിരിക്കും. അവർ നേരിടുന്ന ആ മേഖല, അതിലിപ്പം നടിമാരുടെ ഇഷ്യൂ മാത്രമല്ല ഉള്ളത്, അതിലല്ലാത്ത പലതരത്തിലുള്ള സ്റ്റാഫുകളുണ്ട്. മേക്കപ്പ് മുതൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് മുതൽ ടെക്നിക്കൽ സ്റ്റാഫ് വിഭാഗത്തിൽ വരെ സ്ത്രീകളുണ്ട്. അവർ നേരിടുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ പറയാൻ ഒരു വേദി, അത് കേട്ട ഇതൊരു ജുഡീഷ്യൽ കമ്മീഷൻ, ഇതൊരു കമ്മിറ്റി മാത്രമാണ്. പിന്നെ ഇത്രയും ഭയക്കുന്നത് എന്തിനായിരുന്നു? ആരും ആരെയും ഭയക്കുകയല്ല. ഇവിടെയാണ് തീർച്ചയായിട്ടും ഇവർക്ക് ആരെങ്കിലും ഗവൺമെന്റ് സംവിധാനങ്ങളും സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ടാകണം. ജസ്റ്റിസ് ഹേമയും ശാരദാ മാഡവും ഒക്കെ ഗംഭീരമായി ചെയ്തു. ഇനി രണ്ട് പേ പാരിറ്റി പോലുള്ള കാര്യങ്ങൾ പോസിബിൾ അല്ല. രാഹുൽ ഈശ്വറും നയൻതാരയും ഒരു സിനിമയിൽ അഭിനയിച്ചാൽ നയൻതാരയ്ക്ക് കിട്ടുന്ന റേറ്റ് രാഹുൽ ഈശ്വറിന് തരണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഐശ്വര്യ റോയും പൃഥ്വിരാജും ഒരു സിനിമയിൽ ഒരുമിച്ച് നായികയും നായകനോട് അഭിനയിച്ചു. ഐശ്വര്യ റോയ്ക്ക് കിട്ടുന്ന റേറ്റ് പൃഥ്വിരാജിന് കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കൂ? സിനിമ എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ഉള്ള മേഖലയാണ്, ബ്രാൻഡ് വാല്യൂ ഉള്ള മേഖലയാണ്, എക്സ്പെർട്ടീസ് ഉള്ള മേഖലയാണ്. ഒരു പരിധിക്കപ്പുറം ഗവൺമെന്റ് ഇന്റർവെൻഷൻ അത് പോസിബിൾ അല്ല. ഇതൊരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി മേഖലയാണ്, മുതലാളിത്ത സൗഹൃദ മേഖലയാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് മേഖലയാണ്. അവിടെ ഒരു പരിധിക്കപ്പുറം നിയന്ത്രണങ്ങൾ പറ്റില്ല. എന്നാൽ ചൂഷണം പാടില്ല, എക്സ്പ്ലോയിറ്റേഷൻ പാടില്ല. ശരി, അത് തന്നെയാണ്. എന്തായാലും വളരെയധികം നന്ദി ശ്രീ രാഹുൽ ഈശ്വർ.